സ്വകാര്യ ദുഃഖങ്ങൾക്ക് അവധി നൽകി സീത ഓഫീസിൽ പോയി തുടങ്ങും. ചിലരുടെ ഭാഷയെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലെന്നാ വിചാരം. ഫോണിലെ ഫോട്ടോ കാണിച്ച് ഭാര്യയെ ഗിരി പരിചയപ്പെടുത്തിയപ്പോൾ പീറ്റർ ഞെട്ടി. ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തിയ പീറ്ററിനെ അർച്ചന സ്വീകരിച്ചു. മൂന്നാമതൊരാളിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ചാരുമോൾ ഇരുവർക്കും തടസ്സമായി. തുടർന്ന് കാണാം. ഒരു മണം വരുന്നുണ്ടല്ലോ. സ്കൂളിലൊന്നും പോതെ മണം പിടിച്ച് നടന്നോളും. അകത്തെങ്ങാനും പോയിരിക്കും അസത്തെ. ഞാൻ വന്ന കാര്യം മറച്ചു വെക്കണ്ടായിരുന്നു. പിന്നെന്തോ നീ എന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന് ഗിരിയോട് എനിക്ക് പറയാൻ തോന്നിയില്ല. അവിടെയാ പിഴച്ചത്. കണ്ണു കാണത്തില്ലെങ്കിലും അവ കമാര ബുദ്ധിയാണ്. അത് കണ്ടപ്പോഴേ തോന്നി. എന്നാലും ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തരാൻ പറ്റിയില്ലല്ലോ പീറ്ററേട്ടാ. അതിനെന്താ, നമുക്ക് കാണാടി, പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വെച്ച്. അപ്പോഴേ ആവശ്യത്തിന് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. നിന്റെ ഭർത്താവിന്റെ കുറവ് ഞാൻ നേരത്താടി മോളെ. എന്നാ ഞാൻ പോട്ടെ. പ്രതാപന്റെ എല്ലാ പ്രോജക്റ്റുകളും നിർത്തിവെച്ചേക്കും. അതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവൽ ആക്കിയാൽ മതി. അല്ല, അങ്ങേര് കോടികൾ മുടക്കിയ പ്രോജക്റ്റുകളാണ് അതെല്ലാം. അതിൽ നിങ്ങൾക്ക് എന്താ നഷ്ടം? അല്ല, പ്രതാപനെ പിണക്കണത് ശരിയല്ല മാഡം. പിണക്കിയ അയാൾ മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കുമായിരിക്കും. ഉണ്ടാക്കട്ടെ. എങ്കിലും മരണം വരെ എന്റെ നിലപാടിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പോയി പറഞ്ഞു കൊടുത്തേക്ക് പ്രതാപനോട്. അയ്യോ, അയാളുമായിട്ട് എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല മാഡം. കൂടുതൽ സംസാരമൊന്നും വേണ്ട. വന്ന ദിവസം തന്നെ ഞാൻ ആൾക്കാരെയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ജീപ്പ് തട്ടി വീണ ശേഷം ഒരാഘോഷം ഇവിടെ നടന്നു കാണുമെന്നും എനിക്കറിയാം. ഇനിയും ആഘോഷം ഉണ്ടാവും, അക്രമവും. അതൊക്കെ കണ്ട് ഭയന്ന് പിന്മാറുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അയാളുടെ ഇപ്പൊ ഉള്ളത് മാത്രമല്ല, മുൻപുള്ളതും എല്ലാം ഞാൻ പരിശോധിച്ചു വരിക. എവിടെങ്കിലും എന്തെങ്കിലും കരട് കണ്ട പിന്നെ ഞാൻ വെച്ച് താമസിപ്പിക്കില്ല. കണ്ടുകെട്ടുമെല്ലാം. അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. എന്നിട്ട് തീരുമാനിക്കാം സൈൻ ചെയ്യണോ വേണ്ടയോ എന്ന്. ശരി മാഡം. ഇവളുടെ ആയുസ് തീരാറായെന്നാ തോന്നണേ. സുദേവൻ പൊയ്ക്കോളൂ. അപ്പോ അവള് കിട്ടിയിട്ടും പഠിച്ചില്ല അല്ലേ? പഠിച്ചില്ല, അത് മാത്രമല്ല, ഇനി അവള് സാറിന്റെ കൈയേറിയ എല്ലാ പ്രോപ്പർട്ടികളും തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകും കാര്യങ്ങൾ. അതാണ് അവളുടെ സംസാരം സൂചിപ്പിക്കുന്നത്. പെണ്ണല്ലേ, കോട്ടയെന്ന് കരുതിയിട്ടാ ഒരു സാമ്പിള് വെടിക്കെട്ട് നടത്തിയത്. എന്നിട്ടും തന്റെ ഇടത്തിന് ഒരു കുറവുമില്ല. എന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാകുന്ന രീതിയിലാണ് അവളുടെ പോക്കെങ്കിൽ അവളുടെ ജോലി ഞാൻ കളയിക്കും. കല്യാണപ്രായമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഭാര്യയായിട്ടില്ല. അതിന്റെ ഒരു ദേഷ്യമൊക്കെ കാണും. എന്തായാലും എന്നെ നോട്ടോട്ടിരിക്കുക. മിക്കവാറും എനിക്ക് നാട്ടിൽ നിന്ന് പോകേണ്ടി വരും. അത് നടക്കാത്ത കാര്യം. ഇവിടെ നിന്നും പോകാൻ പോകുന്നത് അവളായിരിക്കും. ഇനി അത് ജീവനോടെയാണോ ജഡമായിട്ടാണോ എന്നേ അറിയാനുള്ളൂ. വലിയ തരക്കേടില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ആ സുഖമൊക്കെ പോയി സാറേ. നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ തിരിച്ചു വരുവടോ. ഇവൾക്ക് മുകളിലുള്ളവർ എനിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുമ്പോ ഇവക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവത്തില്ല. എന്തായാലും ശരി, തുടങ്ങി വെച്ചത് നിർത്തണതാ നല്ലത്. കോടികൾ കയ്യിൽ പോയിട്ട് എല്ലാം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തളർന്നു പോകും സാറേ.
അവളുടെ നീക്കങ്ങൾ താൻ എന്നെ അറിയിച്ചാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നെറ്റിയിലല്ല അവൾക്ക് മുറിവേൽക്കേണ്ടത്, മനസ്സിലാ. നെറ്റിയിലെ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. എന്നാൽ മനസ്സിലുണ്ടാവുന്ന മുറിപ്പാടുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും അതേപടി പച്ച പിടിച്ചു നിൽക്കും. അതേ ഉള്ളൂ അവളെ തളയ്ക്കാനുള്ള മാർഗം. ചരുമോളെ, സീതമ്മ എത്തിയോ? എത്തി മോളെ. നീ എന്താ ചിന്തിച്ചോണ്ടിരുന്നേ? സീതമ്മ അപകടം ഉണ്ടായ ശേഷം ആദ്യമായിട്ട് ഓഫീസിൽ പോയതല്ലേ, അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നുവെച്ചാ ഇന്ന് ബസ്സിലല്ലേ പോയത്. ബസ്സിൽ പോയി തിരിച്ചു വന്നു, ഒരു കേടുപാടും കൂടാതെ. ഓഫീസിലുള്ള ചിലർക്കൊക്കെ നല്ല സന്തോഷമായി കാണും അല്ലേ സീതമ്മ? അത് പിന്നെ പറയണോ? എനിക്ക് എന്തെങ്കിലും പരുക്ക് പറ്റാനായി കാത്തിരിക്കല്ലേ അവിടെയുള്ള പലരും. അതിന്റെ ഒരു സന്തോഷം അവിടെ എല്ലാവർക്കും ഉണ്ടായി കാണും. ഗംഗമ്മളുടെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലും വാങ്ങിയോ സീതമ്മ? ആ ദേ, ഗിഫ്റ്റ് എന്റെ കയ്യിൽ തന്നെയുണ്ട്. പീറ്റർ വന്ന കാര്യം പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ഭാഗ്യം. ഓ, കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഒരു പാവയോ ഒരു ഓലപ്പേപ്പിയോ ആവും. ഇത്തിരി പൊന്ന് 1 ഗ്രാം ആയാലും മതി, കൊടുത്താൽ അത്രയെങ്കിലും ആവുമല്ലോ. അത് ഞാൻ അവളുടെ കല്യാണത്തിന് കൊടുത്തോളാം. അത് കണ്ടറിയാം. എനിക്ക് കണ്ണു കാണാത്തോണ്ട് ഞാൻ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ളത് കൂടി ഗംഗമ്മക്ക് കൊടുത്തേക്ക്. സമർത്ഥയാ, ആരെയും വശീകരിച്ച് കളയും സംസാരം കൊണ്ട്. കുഞ്ഞൊരു നല്ല കാര്യം പറഞ്ഞാലും നീ അത് തെറ്റായ കണ്ണോടെ കാണുള്ളൂ അർച്ചന. ആ ദേ, ഗിഫ്റ്റുമായിട്ട് ആളെത്തി. കളിയാക്കല്ലേ. അങ്ങേര് ഗിഫ്റ്റുമായിട്ട് വരുന്ന ദിവസം കാക്ക കമിഴ്ന്നും മലന്നും ഒക്കെ പറക്കും. ഭഗവാനെ, പീറ്ററിന്റെ കാര്യമാണോ ഈ കണ്ണുപൊട്ടി ആലോചിക്കുന്നത്? എന്താ ഇവിടെ ഒരു ചർച്ച? അല്ല, നാളെ ഗംഗമ്മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടേ ഗിരിയേട്ടൻ സ്വർണം കൊടുക്കുമെന്ന് പറയുമായിരുന്നു. സ്വർണം കൊടുക്കാനേ എന്റെ അച്ഛൻ സ്വർണ്ണക്കട മുതലാളിയൊന്നുമല്ല. നാളെ കേക്ക് വാങ്ങുന്നതും ഡയറി കാണും. ഓ, പാവം ഗംഗമ്മോള്. ഗംഗമ്മോളുടെ സ്വഭാവം എന്തായാലും അച്ഛന്റെ അമ്മയുടേതും ആവില്ല. എന്നുവെച്ചാ ഓർമ്മയായപ്പോ മുതല് എന്റെ മോളല്ലായിരുന്നോ ഗംഗമ്മോൾക്ക് കൂട്ട്. പിന്നെ അതിന്റെ ഒരു സ്വഭാവ ഗുണം ആ കുട്ടിക്ക് കിട്ടാതിരിക്കോ? വാ പോവാം, വാ. എടി, ഈ മുറിയിൽ ആകമാൻ ഒരു സ്പ്രേയുടെ മണമുണ്ടല്ലോ. അല്ല, കൂട്ടുകാരനെ കാണാൻ പോയിട്ട് എന്തെങ്കിലും കിട്ടിയോ? ആ, വിശാലമായിട്ട് ഫുഡ് കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. എന്നിട്ട് സ്പ്രേയുടെ മണം പോലും. ഓ എടി, എന്റെ മൂക്കിന് ഒരു കുഴപ്പമില്ല. ഈ മുറിക്കകത്തൊരു പ്രത്യേക സ്മെല്ലുണ്ട്. ആ അതെ, എന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കൊടുത്തു വിട്ട കുറച്ച് സാധനങ്ങളുമായിട്ട്. ഇന്ദ്രേട്ടനെ. അങ്ങനെ വരട്ടെ. അപ്പോ അമ്മയോടും പെങ്ങളോടുള്ള ശത്രുതയൊക്കെ ഇന്ദ്രേട്ടൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോ? സീതാരാമന് സ്വന്തമാവില്ലെന്ന് അമ്മ അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. പിന്നെ നടന്ന കഥകളും അതോടെ ഇന്ദ്രൻ അങ്ങ് തണുത്തു. അതിന്റെ സമ്മാനമായിരിക്കും കൊടുത്തു വിട്ടത്. ഓ, അപ്പോ ഇനിയും സീതച്ചിക്ക് പിന്നാലെ ആള് ചുറ്റിത്തിരിയോ? ചുറ്റിത്തിരിഞ്ഞാൽ എന്താ, വന്നു കഴിഞ്ഞാ അതിന്റെ പ്രയോജനം നമുക്കും കിട്ടില്ലേ? ആണോ? എടി, അങ്ങേരോട് പോയി വേറെ കല്യാണം കഴിക്കാൻ പറ. ഭാര്യയായിട്ട് ഒരുത്തി വന്നാലേ പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. അല്ല, അതൊക്കെ പോട്ടെ, ഗംഗമ്മോളുടെ പിറന്നാളിന് ആരെയും വിളിക്കുന്നില്ലേ? അയ്യോ, അത് വേണ്ട. ആള് കൂടിയാലേ അത് ഇത്തിരി അധിക ചെലവാ. ഞാൻ പറഞ്ഞില്ലയോ,
കേക്ക് വാങ്ങാൻ പോലും നിങ്ങൾ പിശുക്ക് കാണിക്കും. എടി, ആളെ കൂട്ടിയാലേ 50 രൂപയുടെയും 100 രൂപയുടെയും പാവയ്ക്കായിട്ട് ഓരോരുത്തർ കയറി വരും. അവർക്കാണെങ്കിലോ ഇഷ്ടം പോലെ കൊടുക്കുകയും വേണം. അങ്ങനെ തിന്നും കുടിച്ചും പോകാൻ നമ്മൾ എന്തിനാ ഓരോരുത്തരെ ക്ഷണിക്കുന്നേ? ആ പിന്നെ ഒരാളുണ്ട്, ഞാൻ ഇന്ന് കണ്ട എന്റെ സുഹൃത്ത് പീറ്റർ. അവനെ വിളിച്ചുകൊണ്ട് ചിലപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കും. അതെനിക്ക് നല്ല ഉറപ്പാ. ആ കിട്ടും കിട്ടും. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഗൾഫുകാരനല്ലേ, അപ്പൊ പിന്നെ കിട്ടാതിരിക്കൂ. ആ അങ്ങനെ. ഏതായാലും ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ വരുമ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും അവൻ കയ്യിൽ കരുതാതിരിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എപ്പോഴേ കിട്ടി, പിശുക്കനായ ഭർത്താവേ. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? അല്ല, എന്തേലും കൊണ്ടുവരുമോന്ന് ആലോചിക്കുമായിരുന്നു. ഇടി, അവൻ ലാവിഷാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരും. ആള് വരുമല്ലേ? പിന്നെ വരാതിരിക്കോ? ഉറപ്പായിട്ടും വരും. ചേച്ചി, ചാരുവിന്റെ ബർത്ത്ഡേക്ക് ഇതിലും വലിയ കേക്കായിരുന്നു വാങ്ങിയത്. അതെ, സീത വാങ്ങിയ കേക്കായിരുന്നു. ഇവിടെ കുഞ്ഞിന്റെ അച്ഛൻ കേക്ക് ഇല്ലാതെ എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നാ ആലോചിച്ചേ. പറയുന്ന കേട്ടാ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതിലും വലിയ കേക്കാ വാങ്ങിച്ചു വെച്ചു തോന്നുന്നു. എന്റെ അച്ഛാ, ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരമാണ്. എന്തോന്ന് എടാ, നിന്റെ പിറന്നാളിനൊക്കെ 8 കൂട്ടം കറികളും പായസവും പ്രഥമനും ഒക്കെ ഉള്ള സദ്യയായിരുന്നു. സദ്യ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് അതിനെ ഇതിന്റെ ഒക്കെ 10 ഇരട്ടി ചെലവാ. കേക്കിന്റെ വലിപ്പം ഒന്നും നോക്കണ്ട. ഗംഗമോൾക്ക് 1 വയസ്സും കൂടെ കൂടി. ആ ചിന്തയോടെ ജീവിച്ചാ മതി രണ്ടാളും. കുറച്ചുകൂടെ പക്വത കാട്ടിയാൽ നന്ന്. ആഹാ, ദേ ഗംഗമോളങ്ങ് ആഘോഷിക്കുകയാണല്ലോ. ഗംഗമോള് കേക്ക് കയ്യിലും മുഖത്തൊക്കെ ആക്കിയോ? അപ്പൂപ്പന്റെ മോളിങ് വന്നേ. ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരാളും കൂടെ ഉണ്ടേ. ഹായ് ഗിരി. ഹായ്. ആരാ? അച്ഛാ, ഇതെന്റെ ഫ്രണ്ട് പീറ്റർ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. ഇത്തിരി വൈകിപ്പോയി. അല്ല, ഇതില് ബർത്ത്ഡേ കുട്ടി ആരാ? എന്റെ മോളെ കണ്ടല്ല അറിയില്ലേ? ഇതാ ഗംഗമോള്. ഇത് ചാരു. ഈ കുട്ടിക്ക് കണ്ണൊന്നും കാണില്ല. പാവം,
കർത്താവ് കാണിക്കുന്ന ഓരോ നേരം പോക്കുകളെ. ചാരുമോളെ, മോള് സ്മാർട്ടാ കേട്ടോ. ആ, നിങ്ങളുടെ മാരേജിന് ഏതായാലും പങ്കെടുക്കാൻ പറ്റിയില്ല. കുഞ്ഞ് ജനിച്ചപ്പോഴും വന്നില്ല. എല്ലാത്തിനും കൂടി ഞാൻ മോൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. മോളെ വാങ്ങിച്ച മോളെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു അങ്കിൾ. എടാ, നീ വരുമെന്ന് ഉറപ്പായതുകൊണ്ട് നാടൻ സദ്യയൊക്കെ ഒഴിവാക്കി നല്ല ചിക്കൻ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. അയ്യോ, അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടാ. അല്ല, നീ ആരെയും പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ, അച്ഛനെ അമ്മ എനിക്ക് മനസ്സിലായി. ഇത് ചേച്ചിയാണോ, നിന്റെ സീതേച്ചി? അതെ. വില്ലേജ് ഓഫീസറാ. പാൽപ്പായസവും പാലട പ്രഥമനും ഒക്കെ ഇവിടെ റെഡിയാ. അങ്കിൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനോ? മോളെന്താ അങ്ങനെ പറഞ്ഞേ? അങ്കിളല്ലേ ഇന്നലെ ഇവിടെ വന്നത്? അർച്ചന മാമിയോട് സംസാരിച്ചത് അങ്കിളല്ലേ? അതെ, എന്തൊക്കെ ഈ കുട്ടി പറയുന്നേ? കാഴ്ചയില്ലാത്ത കുട്ടി എന്നെന്നല്ല ആരെയും കാണാൻ വഴിയില്ല. ആര് വന്നാലും ഈ കുട്ടി തിരിച്ചറിയാനും വഴിയില്ല. അവിടെ ഒരു തിരുത്തുണ്ട്. കാഴ്ചയുള്ളവര് ചെല്ലുമ്പോ ഒരിക്കൽ കാണുന്നവരെ പിന്നീട് മറന്നു വരും. പക്ഷെ എന്റെ ചാരുമോൾ അങ്ങനെയല്ല. ഈ മോളുണ്ടല്ലോ, ഒരിക്കൽ ഗന്ധം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഏത് രാത്രിയിലായാലും അയാൾ അരികിലേക്ക് വരുമ്പോ അയാളെ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഒരു സിദ്ധി പരിശീലനം കൊണ്ടും സ്വന്തം പരിശ്രമം കൊണ്ടും മോള് നേടിയെടുത്തിട്ടുണ്ട്. അല്ല, എന്തൊക്കെ ഈ പറയുന്നേ? ചാരുമോൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാവാം. എന്നാൽ ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരിക. ഗിരിയുടെ വൈഫിനെ ആണെങ്കിൽ ആദ്യമായിട്ട് കാണുക. കള്ളവാ അങ്കിള് പറയുന്നേ. ഇന്നലെ അങ്കിൾ ഇവിടെ വന്നിരുന്നു. എപ്പോഴടി വന്നത്? ചോദിച്ചു കേട്ടില്ലേ എപ്പോഴാന്ന്? കണ്ണു കാണാത്തോണ്ട് തല്ല് കിട്ടിയിട്ടില്ല. അതിന്റെ അഹങ്കാരം ഇത്. എന്താ അർച്ചന ഇത്? കൊച്ചു കുട്ടിയല്ലേ, അതിനൊരു തെറ്റുപറ്റി. അതിനിത്ര ഇമോഷണൽ ആവണോ? സ്മാർട്ട് ഗേൾ. പോട്ടെ മോളെ. ഇപ്പോഴെനിക്ക് ഉറപ്പാ അങ്കിള് തന്നെയാ ഇന്നലെ വന്നേ. മാമിയോട് സംസാരിച്ചത് അങ്കിള് തന്നെയാ. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അടിച്ചു നിന്റെ പുറം പൊളിക്കും ഞാൻ. അമ്മ ചാരിച്ചേച്ചിനൊന്നും ചെയ്യല്ലേ. മനഃപൂർവ്വം എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തുവാ. ഇവളുടെ പിറന്നാൾ എല്ലാവർക്കും ആഘോഷമാ. എന്റെ കുഞ്ഞിന്റെ കാര്യം വരുമ്പോ അത് അലങ്കോലമാക്കാൻ ഓരോരോ കാരണങ്ങള്. ഏയ് അർച്ചന, ഞാനിപ്പോ വരാം. ഇത് കഷ്ടമായല്ലോ. ബർത്ത്ഡേ കുട്ടി ഇങ്ങ് വന്നേ. അത് ഞങ്ങളിപ്പോ വരാം. വീട്ടിൽ കയറ്റാൻ പാടില്ലാത്തതിനെയാണോ എന്തോ വീട്ടിൽ കയറ്റിയത്. ഒന്ന് ചുമ്മാതിരിക്കും.
അർച്ചന കാണിക്കുന്നത്? ഞാൻ ഒരു പണിയും കാണിച്ചിട്ടില്ല. കണ്ണു കാണാൻ വയ്യാത്തവളാണെന്ന് കരുതി അവൾ എല്ലാരും കൂടി തലയെ കയറ്റി വെച്ചു. അവക്ക് എന്തും പറയാനുള്ള ലൈസൻസാ. അതുകൊണ്ടല്ലേ അവൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചത്. എടി, നിനക്കറിയാലോ, മണം കൊണ്ട് ആരെയും തിരിച്ചറിയും ചാരുമോള്. ഒരു തവണ ആള് മുന്നിലെത്തിയാ മതി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഞാനായോ കുറ്റക്കാരി? നിങ്ങളുടെ കൂട്ടുകാരൻ എന്റെ മുന്നിലേക്ക് വരേണ്ട കാര്യം എന്താ? അതാ ഞാനും ആലോചിക്കുന്നത്. ആലോചിക്ക. എന്നിട്ട് പുതിയ പുതിയ കഥകൾ കണ്ടുപിടിക്ക്. ഈ വീടിന്റെ നാശവും ശാപവും ഒക്കെയാ കാഴ്ചയില്ലാത്ത സാധനം. അവളെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന നിങ്ങളെ പെങ്ങളെ വേണം തല്ലാൻ. എന്റെ അമ്മോ, ഞാൻ പല കൊച്ചുങ്ങളെയും കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണത്തിന് മഷയിട്ട് നോക്കിയാൽ കാണാൻ കിട്ടില്ല. ഇക്കണക്കിന് ഇവൾക്ക് കാഴ്ച കൂടി കിട്ടിയ എന്തായിരിക്കും സ്ഥിതി? അത് കേട്ട് തുള്ളാനും ഭാര്യയെ ചോദ്യം ചെയ്യാനും വേറെ ആൾക്കാര്. ഇത്രയും കാലം പിശുക്കനായ ഒരു ഭർത്താവിനെ സഹിച്ചു. ഇനി സംശയരോഗിയായ വാദിയാരെ കൂടി സഹിക്കണോ ഞാൻ? എടി, ഇന്നലെ ഈ മുറിയിൽ തളം കെട്ടി നിന്ന് സ്പ്രേയുടെ മണോ? അതെ, നിങ്ങളുടെ കൂട്ടുകാരൻ കൊണ്ട് തന്നതാ. നിങ്ങക്ക് തരാത്താണല്ലോ എനിക്ക് തരുന്നത്. ഒന്നാമതെന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ നിങ്ങളും കൂടെ തുടങ്ങല്ലേ ഗിരിയേട്ടാ? അല്ല, അവൻ പെൺവിഷയത്തിൽ ആളിത്തിരി വീക്കാ. എന്നെ അങ്ങ് കൊല്ല്. പതുക്കെ പ്രാവൻ കേൾക്കും. എടി, തെറ്റ് കാണിക്കുന്ന പെണ്ണുങ്ങളാ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒച്ച വെക്കുന്നത്. എന്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ നെഞ്ചത്ത് കയറ്റിയേനെ. ഒരേ ഒരു മോളുടെ ബർത്ത്ഡേ, അത് അലമ്പി കൊളമാക്കിയ ഒരു കണ്ണുപൊട്ടി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഗിരിയേട്ടന് സ്വന്തം ഭാര്യയെ സംശയം, സ്വന്തം കൂട്ടുകാരനെ സംശയം. ഇതുപോലെ പിശുക്കനായ ഒരു ഭർത്താവിനൊപ്പം ഒരു പെണ്ണും പിടിച്ചു നിൽക്കത്തില്ല. എന്നിട്ടും പവിത്രമായ മനസ്സോടെ കൂടെ ജീവിക്കുന്ന എന്നെ കുറ്റപ്പെടുത്തിയുണ്ടല്ലോ, നിങ്ങൾ നശിച്ച് നാരായണ കല്ലെടുക്കും. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ പയ്യൻ പോയിട്ടില്ല. എന്നാ പിന്നെ ഉണ്ടാക്കിയതെല്ലാം അങ്ങോട്ട് എടുത്തു വെക്കാം. അച്ഛാ, ചാരുമോക്ക് അങ്ങനെ തെറ്റൊന്നും പറ്റില്ല. മോള് തറപ്പിച്ച് തന്നെ പറയാ വന്നത് പീറ്റർ തന്നെയാണെന്ന്. ആയിരിക്കും, ചാരുമോള് പറഞ്ഞ അത് സത്യം തന്നെ ആയിരിക്കും.